എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ ഗെന്നിനെ സ്റ്റാൻലിലാണെങ്കിൽ സെനോ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. സെനോനെ കാണുന്ന സമയത്ത് സേക്കുവിനെ പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇവനാണെങ്കിൽ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. എനിക്ക് പറഞ്ഞ ഒരു പ്രൊഫഷണൽ സയന്റിസ്റ്റ് ആണ്. ഗെന്നി പോകുന്ന സ്ഥലത്തേക്ക് പോയിട്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് ഫോളോ ചെയ്തിട്ട് നമ്മുടെ കൊഹാക്കോ ക്രോമോ അങ്ങോട്ട് വരികയാണ്. നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഗെന്നിനെ കാണുന്നില്ല. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ക്രോമിന് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. ഒന്നെങ്കിൽ നമ്മുടെ ഗെന്നാണെങ്കിൽ അവിടെ സ്പൈ ആയിട്ട് എനിമിയുടെ ബേസിലേക്ക് കയറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗെന്നിനെ എനിമീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒന്നാണെന്ന് നമ്മുടെ ക്രോം ആണെങ്കിൽ കൊഹാക്കോനോട് പറയുകയാണ്. നമ്മുടെ ക്രോമിനെ ആണെങ്കിൽ ബേസിൽ നിന്ന് സേക്കു കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നീ കാര്യങ്ങളെല്ലാം പറയണം, അതും വളരെ ചുരുക്കി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എനിമി ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീക്വൻസി അവനെ കൊണ്ട് റീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ക്രോം പറയുകയാണ്, കൊഹാക്കു ഞാനും ഇവിടെ എന്നാണെങ്കിൽ എനിമിയുടെ ബേസിലേക്ക് പോയി. സോ അവനെ പിടിച്ചോണ്ട് പോയതാണോ അല്ലെങ്കിൽ അവൻ സ്പൈ ആയിട്ട് പോയതാണോ എന്ന് അറിയത്തില്ല എന്ന് നമ്മുടെ ക്രോം പറയുന്നു. സോ ഇത് കേട്ട സേക്കു പറയുകയാണ്, അവൻ ഉറപ്പായിട്ട് സ്പൈ ആയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ കോൾ കട്ട് ചെയ്യുകയാണ്. സോ ഒരുപാട് നേരം സംസാരിച്ച ലൊക്കേഷൻ അവന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഇത്രയും കാലം നടന്ന ഫൈറ്റിനകത്തിൽ സയൻസ് ആയിരുന്നു നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ എനിമിയുടെ കയ്യിൽ സയൻസ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മുടെ ഓക്കിയോ ചോദിക്കുക. ഇതൊരു സയൻസ് പാർട്ടി, ഇത് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുണ്ട് എന്ന് നമ്മുടെ സേക്കു പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ അവരുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. എന്തിനാണ് ക്രോം വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഗ്മ കോൾ അടിക്കുകയാണ്. ഓഹോ, ഇതാണോ അപ്പൊ നിങ്ങളുടെ ഫ്രീക്വൻസി? കിങ്ഡം സയൻസ് നിങ്ങളെ മീറ്റ് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് എന്ന് ഡോക്ടർ സെനോ പറയുകയാണ്. നീ അല്ലാണോ ഞങ്ങളെ ആക്രമിച്ചത് നാറി എന്ന് നമ്മുടെ മാഗ്മ പറയുകയാണ്. ഇപ്പോൾ ഇഡിയറ്റിനോട് സംസാരിക്കാനല്ല ഞാനിപ്പോ കോൾ ചെയ്തിട്ടുള്ളത്, സയൻസ് ലീഡറിനോടാണ് എനിക്ക് സംസാരിക്കേണ്ടത്, ഡോക്ടർ തൈജു. ഇത് കേട്ടുടനെ ഡോക്ടർ തൈജു എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും വളരെയധികം ഷോക്കാണ്. കേട്ടുടനെ നമ്മുടെ ഗെന്നിന്റെ പ്ലാൻ ആണെന്ന് നമ്മുടെ സേക്കുവിന് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കിയാണ്. സേക്കുവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജു ആണെങ്കിൽ ഒരു സയന്റിസ്റ്റിനെ പോലെ ഡ്രസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീഡിയോ കോളല്ലോ വിളിക്കുന്നത്, നീ എന്തിനു വേണ്ടിയാണ് ഈ ഡ്രസ്സ് മാറ്റുന്നത് എന്ന് നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുകയാണ്. ഞാൻ ഡോക്ടർ തൈജു ആണ് സംസാരിക്കുന്നത്. ഹേ ഡോക്ടർ സെനോ, നീ വളരെയധികം വൃത്തികെട്ടൊരു മനുഷ്യനാണ്. കണ്ടുടനെ നെമിഷിൻ ഗണ്ണൊക്കെ വെച്ച് ആക്രമിക്കുന്നത് വളരെയധികം തെറ്റാണ്. നിങ്ങൾ വളരെയധികം വൃത്തികെട്ടൊരു മനുഷ്യനാണ് ഡോക്ടർ തൈജു. കമാൻഡർ സ്റ്റാൻലിൻ അത് ചെയ്തതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. തൈജു, എന്റെ സയൻസിന് മുമ്പ് നിന്റെ സയൻസിന് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരു കംപ്ലീറ്റ് ഹാർബേഷൻ പ്ലാന്റ് തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൈജു ആണെങ്കിൽ ആ കോൾ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അതൊരു അമോണിയ കെമിക്കൽ ഫാക്ടറി ആയിട്ട് പറഞ്ഞ് അവൻ അത് യൂസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഗൺ പൗഡർ ഒക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ സേക്കു തൈജുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ അപ്പൊ നിന്റെ ഒരുപാടധികം മിഷൻ ഗൺസും ബുള്ളറ്റ്സും വെപ്പൺസ് ഒക്കെ നീ പറഞ്ഞത് ഞാനും ഒരു സയൻസ് യൂസർ തന്നെയല്ലേ എന്ന് നമ്മുടെ സെനോ പറയുന്നത് എല്ലാ ആൾക്കാരും വളരെയധികം സന്തോഷമാക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തൈജു ഒരു സയന്റിസ്റ്റ് ആണെന്നുള്ള ഒരു കാര്യം അവൻ വിശ്വസിച്ചിട്ടുണ്ട്. ഞാനും എന്റെ ടീമിലുള്ള ആൾക്കാരും അഡൽസ് ആണ്, പിന്നെ നിങ്ങൾ വളരെയധികം കൊച്ചു പിള്ളേർ, മാൻ പവേഴ്സ് ഒക്കെ ഭയങ്കരധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സറണ്ടർ ആയിട്ട് എന്റെ കൂടെ ചോദിച്ചു നമ്മുടെ സെനോ പറയുകയാണ്. അധികം സ്ഥലം ഉണ്ടായിട്ടും ഇവിടെ ഒരു മനുഷ്യരില്ലല്ലോ എന്ന് നമ്മുടെ മാക് പറയുന്നു. നമ്മുടെ എനിമിയുടെ കയ്യിൽ റിവൈവൽ ഫ്ലൂയിഡ് ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കുകയാണ്. അത് മോഡേൺ സയൻസിൽ പോലും ഇല്ല, കാരണം അത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. തന്നെയുള്ള ബോധവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നൈട്രിക് ആസിഡ് വീട് 3000 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് പെട്രിഫൈ ആകുന്ന നമ്മൾ തിരിച്ച് മനുഷ്യർ. പക്ഷേ നിങ്ങൾ എല്ലാവരും കിഡ്സ് ആണ്, നിങ്ങളുടെ എങ്ങനെയാണ് ഇത്രയും മെന്റൽ ഫോർട്ടിറ്റ്യൂഡ്, എങ്ങനെയാണ് ആ സ്റ്റാച്യൂസിനെയൊക്കെ റിവൈവ് ചെയ്തത് എന്ന് നമ്മുടെ സെനോ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ തൈജു ആണെങ്കിൽ റിവൈവൽ ഫ്ലൂയിഡിന്റെ കാര്യം പറയാൻ വേണ്ടി പോവുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ റിയൂഷി പോയിട്ട് നമ്മുടെ തൈജുനെ തടയുകയാണ്. നമ്മുടെ ആകെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ റിവൈവൽ ഫ്ലൂയിഡ് ആണ്. സോ ആ കാര്യം നമ്മൾ അവനോട് പറഞ്ഞാൽ ആ സാധനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ആൾക്കാരെ റിവൈവ് ചെയ്തിട്ട് ഒരു ആർമി തന്നെ അത് യൂസ് ചെയ്തിട്ട് നമ്മളെ കൊന്നു കളയാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് നമ്മുടെ റിയൂഷി പറയുകയാണ്. റിവൈവൽ ഫ്ലൂയിഡിനെ കുറിച്ച് ഞാൻ പറയത്തില്ല, റിക്വസ്റ്റ് ഡിനൈഡ് എന്ന് നമ്മുടെ തൈജു പറയുകയാണ്. ഓക്കെ, നെഗോസിയേഷൻ ഫെയിൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനോ കോൾ കട്ട് ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെ വെളിയിലാണെങ്കിൽ നമ്മുടെ സ്പീക്കർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അവൾ ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് അത് എയറോപ്ലെയിൻ ആയിരുന്നു. ഇത്ര നേരം ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് ഇവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സെനോ കണ്ടുപിടിക്കുകയാണ്. ആക്രമിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ആണെങ്കിൽ അവരെ ഒന്ന് സ്കൗട്ട് ചെയ്തിട്ട് പോവുകയാണ്. ഇതുകൊണ്ട് സുഖർസ് പറയുകയാണ് അതൊരു സ്കൗട്ട് പ്ലെയിൻ ആണ്, അതുകൊണ്ടാണ് അത്ര ആകാശത്തിൽ പറക്കുന്നത്. ആ പ്ലെയിൻ വന്നാൽ നമ്മളെങ്ങനെ തിരിച്ച് അവരെ ആക്രമിക്കുമെന്ന് നമ്മുടെ തൈജു ചോദിക്കുകയാണ്. നമ്മൾ നമ്മുടെ പ്ലെയിൻ യൂസ് ചെയ്യും എന്ന് നമ്മുടെ സേക്കു പറയുകയായിട്ടുള്ള ഒരു സംഭവത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുണ്ട് എന്ന് നമ്മുടെ കാസ്കി പറയുകയാണ്. സോ നമ്മുടെ റൺവേ ഇല്ല, സോ പിന്നെ എങ്ങനെ നമ്മൾ പ്ലെയിൻ വർക്ക് ചെയ്യിപ്പിക്കും എന്ന് നമ്മുടെ ഓക്കിയോ ചോദിക്കുകയാണ്. ഇവിടെ സേക്കു പറയുകയാണ് അത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു ഹെലി കാരിയർ ഈ ബോട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ കാസ്കി ഒന്നുകൂടെ എക്സൈറ്റഡ് ആവുകയാണ്. സോ അത് മാത്രമല്ല ബാക്കിയുള്ള ഒരു ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇവിടെ വെച്ച് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. സോ ഈ എപ്പിസോഡ് മുഴുവനായിട്ട് തീർന്നിട്ടില്ല. ഈ എപ്പിസോഡിന്റെ പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. എനിക്കൊരു സ്ഥലം വരെ പോകണം, അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇന്ന് സമയം കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാം. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നാളെ തന്നെ അടുത്ത പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് എപ്പിസോഡൊക്കെ സപ്പോർട്ട് ഭയങ്കര കുറവായിരുന്നു. സോ അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ബൈ.